ഹലോ എവരി വൺ. തമിഴിലെ ഏറ്റവും മികച്ച 5 ഹൊറർ സിനിമകളാണ് നമ്മളിന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണയായിട്ട് അറിയാം, തമിഴിൽ നല്ല ഹൊറർ സിനിമകൾ വളരെ കുറവാണ്. എല്ലാം അരൺമനൈ, അതുപോലെ തന്നെ മാസ്, ഇതൊക്കെ പോലത്തെ വളരെ മോശം ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളാണ് അത്രയും തമിഴിലുള്ള ഹൊറർ സിനിമകൾ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തമിഴിലെ ഏറ്റവും മികച്ച 5 ഹൊറർ സിനിമകളാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സിനിമകൾ നല്ല ക്വാളിറ്റി ഉള്ളതും അതോടൊപ്പം തന്നെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂസും ഉള്ള സിനിമകളാണ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് യാവരും നാളം എന്ന് പറയുന്ന സിനിമയാണ്. മാധവൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ. ഈ സിനിമ തമിഴിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹൊറർ സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും മികച്ച ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അതോടൊപ്പം തന്നെ ഇതിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഗംഭീരമായിട്ട് തന്നെ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, പിന്നെ ഈ സിനിമ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് വേറൊരു ലെവലിലോട്ട് ഈ സിനിമ മാറുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. ആദ്യം മുതൽ അവസാനം വരെയും നല്ല ഒരു ആവേശത്തിൽ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സിനിമയാണ് യാവരും നാളം എന്ന് പറയുന്ന സിനിമ. ഒരുപാട് നല്ല റിപ്പീറ്റ് വാല്യൂസും ഈ സിനിമയ്ക്കകത്തുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് പിസ്സ എന്ന് പറയുന്ന സിനിമയാണ്. വിജയ് സേതുപതി നായകനായിട്ട് അഭിനയിച്ച സിനിമ. വിജയ് സേതുപതിയുടെ കരിയറിന് തന്നെ, അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ വലിയ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയ ഒരു സിനിമയാണ് പിസ്സ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ കാർത്തിക് സുബരാജാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കാർത്തിക് സുബരാജിൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മറ്റൊരു മികച്ച ഒരു ഹൊറർ സിനിമയാണ്. ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന ഹൊറർ സിനിമകളിൽ നിന്നും മാറി അല്പം വ്യത്യസ്തത പുലർത്തിയ ഒരു സിനിമയാണിത്. എക്സ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് കിളി പറത്തണ രീതിയിലുള്ള ട്വിസ്റ്റാണ് ഇതിൻ്റെ ക്ലൈമാക്സിലുള്ളത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റ്. പിന്നെ അതോടൊപ്പം ഈ സിനിമയുടെ എൻഡിങ് മൊത്തത്തിൽ ഈ സിനിമ മൊത്തത്തിൽ മികച്ച, അതോടൊപ്പം തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് എല്ലാം ഈ സിനിമയിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത്രയും മികച്ച ഒരു ഹൊറർ സിനിമയാണിത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഈരം എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഒരു ഹൊറർ സിനിമയാണെങ്കിലും ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം അങ്ങനത്തെ ഒരു രൂപത്തിൽ, അതുമായിട്ടുള്ള അന്വേഷണം അങ്ങനത്തെ ഒരു രൂപത്തിൽ, അതോടൊപ്പം തന്നെ ഹൊറർ സിനിമ ആയിട്ടുള്ള ഒരു രീതിയിലും ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സിനിമ സാധാരണയായി തമിഴിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ വെള്ള തുണിയെടുത്ത് പ്രേതം വരുന്നു, അതോടൊപ്പം തന്നെ കോമഡി പറഞ്ഞ് പേടിപ്പിക്കുന്നു, അങ്ങനത്തെ സിനിമകളെ പോലെയല്ലാതെ വളരെ നീറ്റായിട്ട് ഉള്ള ഒരു ഹൊറർ സിനിമയാണിത്. എക്സ്പെഷ്യലി ഈ സിനിമയിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ കളർ ഗ്രേഡിങ്, കൊറിയോഗ്രഫി എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മഴ പെയ്യുന്ന സീൻസ് പോലും ഈ സിനിമയിൽ വളരെ ഇമ്പാക്റ്റായി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത്രയും മികച്ച ഒരു സിനിമയാണ് ഈരം എന്ന് പറയുന്ന സിനിമ. എക്സ്പെഷ്യലി പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഒരു സിനിമ. എന്നിരുന്നാലും ഒരു കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് പിസാസ് എന്ന് പറയുന്ന സിനിമയാണ്. ഇത് തമിഴിലെ മികച്ച ഹൊറർ സിനിമയിൽ പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ സിനിമ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മേക്കിങ്ങും എല്ലാം കൊണ്ടും ഒരുപാട് നല്ല സ്കെയറി മൂമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. നല്ല ആദ്യം മുതൽ അവസാനം വരെ നല്ല ത്രില്ലോട് കൂടി തന്നെ ഈ സിനിമ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിലെ സ്കെയറി സീൻസും, എക്സ്പെഷ്യലി ഇത് നല്ല ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. എല്ലാം കൊണ്ടും മികച്ച് നിൽക്കുന്ന ഒരു സിനിമയാണിത്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് 2022 പുറത്തിറങ്ങിയ കണക്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. നമുക്കെല്ലാവർക്കും നയൻതാര പ്രധാന വേഷത്തിൽ അഭിനയിച്ച മായ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു തമിഴിലെ ഒരു ഹൊറർ സിനിമയാണ്. പക്ഷേ അതേ സംവിധായകൻ്റെ തന്നെ മറ്റൊരു മികച്ച ഒരു സിനിമയാണ് കണക്റ്റ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ കാണാത്തതിൽ ഒത്തിരി പേരുണ്ട്. അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണിത്. ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കൊറോണയ്ക്ക് ശേഷം
പുറത്തിറങ്ങിയ ആ ഒരു കൊറോണ ബേസിൽ ഉള്ള ഒരു സിനിമയാണ് ഈ സിനിമ. വെറും 1.5 മണിക്കൂർ മാത്രമേ ഈ സിനിമയുടെ ഡ്യൂറേഷനുള്ളൂ. പക്ഷേ അത്രയും മികച്ച ഒരു സിനിമയാണ്. എക്സ്പെഷ്യലി ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ആകെ ഉള്ളത് നയൻതാര ലീഡ് റോളാണ്. പിന്നെ അതേപോലെ തന്നെ സത്യരാജുണ്ട്. പിന്നെ അതേപോലെ തന്നെ നയൻതാരയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, ആ കുട്ടിയാണ് ഇതിൽ പ്രേതമായിട്ട് വരുന്നത്. ഈ സിനിമയുടെ പേടിപ്പെടുത്തുന്ന സ്കെയറി സീൻസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള രീതി എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്ന ഇന്ത്യയെ കാണുന്ന ഈ ഹൊറർ സിനിമകളിൽ അപേക്ഷിച്ച് അത്രയും മികച്ച രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു സിനിമയാണ്. ഈ സിനിമ കാണാത്ത ഒത്തിരി പേരുണ്ട്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമകളെല്ലാം നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കണം. ഈ സിനിമകളിൽ ഞാൻ ഏതെങ്കിലും സിനിമ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ സിനിമ കമൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞ സിനിമകൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.